തിരുവനന്തപുരം PASS എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കോളേജ് വളപ്പിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസിന്റേതാണ് മൃതദേഹം എന്നാണ് സംശയം. അൻഫിൽ ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അൻഫിൽ, ഈ കോളേജിന്റെ ഉടമസ്ഥന്റെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? വിവരങ്ങൾ? അഖില, ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം പുതിയ കെട്ടിടത്തിന്റെ വളപ്പിനുള്ളിൽ കണ്ടത്. കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. MLA യും മന്ത്രിയുമായ GR അനിൽ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോളേജ് ഉടമ അസീസിന്റേതാണോ എന്ന് സംശയിക്കുന്നു. കാരണം മൃതദേഹത്തിന് സമീപത്തു നിന്ന് ഇദ്ദേഹത്തിന്റെ മൊബൈലും വാഹനത്തിന്റെ താക്കോൽ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി എന്നാണ് പോലീസ് പറയുന്നത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോടുകൂടി വീടിനുള്ളിൽ ചിലർ എത്തി, സാമ്പത്തിക ബാധ്യതയുമായി ഇതുമായി ബന്ധപ്പെട്ട് ചിലർ എത്തി ബഹളമുണ്ടാക്കി എന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്നാകാം ഇദ്ദേഹം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതാണോ അതോ അദ്ദേഹം തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അതിലേക്ക് സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള സാഹചര്യ തെളിവുകളും ഒക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കത്തിക്കഴിഞ്ഞ നിലയിലാണ് മൃതദേഹം. ആ കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ, കെട്ടിടത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ കോളേജിന്റെ ഉടമയുടെ മൃതദേഹമാണ് എന്ന രീതിയിൽ സംശയിക്കുന്ന കത്തിക്കഴിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി വലിയ രീതിയിൽ തന്നെ നാട്ടുകാരെയും കോളേജിലുള്ളവരെയും കോളേജ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുക. ആ ഞെട്ടലിൽ തന്നെയാണ്. എന്തായാലും ഇത് ആ കോളേജ് ഉടമ അസീസിന്റെ തന്നെയാണെന്ന് ഏകദേശം നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം അതിനുള്ള സാഹചര്യ തെളിവുകൾ, ആ രീതിയിലുള്ള തെളിവുകളൊക്കെയാണ് കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ആ പരിസരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ കാണാനുമില്ല. ഇന്നലെ രാത്രി അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ചിലരെത്തി ബഹളം ഉണ്ടാക്കിയതായി ബന്ധുക്കളും ഒപ്പം തന്നെ പരിസരവാസികളും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻഫിൽ ഡിസൂസയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. PASS എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇത് കോളേജിന്റെ ഉടമസ്ഥന്റെ മൃതദേഹമാണ് എന്നാണ് സംശയിക്കുന്നത്.